ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് കുറച്ച് കാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എപ്പോഴും പറയുന്നത് പോലെ ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക. ടൈംലെസ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ കൈകളിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ എപ്പോൾ എത്തുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആകുന്നതാണ്. മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. ചാനൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക കേട്ടോ. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് 4 ഓഫ് പെൻറ്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്, 2 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, പിന്നെ 10 ഓഫ് സൂട്ട്സ്, 9 ഓഫ് വാൻസ് ആൻഡ് 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, പിന്നെ ഹാങ്മാൻ വന്നിട്ടുണ്ട്, 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് വാൻസ്, ദ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്, ദ സൺ ആൻഡ് ദ പേജ് ഓഫ് കപ്സ് കാർഡ്സ്. ഇത്രയും കാർഡ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ എടുക്കാം ഇനി. അപ്പോൾ ഇത്രയൊക്കെ കാർഡ് തന്നെ ഏതാണ്ടൊരു ഐഡിയ നമുക്കുണ്ട്. അത് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം റീഡിങ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന കാർഡാണ്. ഇവിടെ വളരെ സോളിഡ് ആൻഡ് സെൽഫ് സഫിഷ്യൻറ്റ് ലവ് എന്നാണ് പറയുന്നത്. ആരുടെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇത് 2 ഓഫ് കപ്സിൻ്റെ എനർജി, വളരെ ഇമോഷണലായിട്ടുള്ള ഇമോഷണൽ ഡിസിഷൻ ആൻഡ് യൂണിയൻ ഉള്ള ഒരു ഇത് സോൾമേറ്റാണ്. ഓക്കെ, അടുത്ത കാർഡ് വന്നിരിക്കുന്നത് 10 ഓഫ് സൂട്ട്സ് കാർഡ് വന്നിട്ടുണ്ട്. ഒരു ചതി അല്ലെങ്കിൽ ഒരു മാനസിക പിരിമുറുക്കം, പിൻകുത്ത് ഒക്കെ കിട്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് നിങ്ങളുടെ വ്യക്തിക്ക് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണ് വന്നിരിക്കുന്നത്. 9 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, wounded love. ഓക്കെ ഓക്കെ, അടുത്ത കാർഡ് വന്നിരിക്കുന്നത് 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ലവ് കോസ്റ്റ് ആൻഡ് ഇമോഷണൽ നീഡ്സ്. അപ്പോൾ ഇത് നിങ്ങളുടെ എനർജിയാണ് കേട്ടോ. ഓക്കെ, 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ഇനി കിട്ടുന്നത് നിങ്ങളുടെ എനർജിയാണ്. ഓക്കെ, അത് ബാക്കി നമുക്ക് പിന്നെ പറയാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണെന്ന് ഞാൻ പറഞ്ഞു. സോളിഡ് ആൻഡ് സെൽഫ് സഫിഷ്യൻറ്റ് ലവ്, തേർഡ് പാർട്ടിയുമായിട്ടാണ്, യാതൊരു ഡൗട്ടും വേണ്ട. തേർഡ് പാർട്ടിയുമായിട്ട് ഇത്രയും ബന്ധങ്ങൾ ഉണ്ട്. വളരെ അടിത്തറയോട് കൂടിയ അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള വളരെ ഡീപ്പായിട്ടുള്ള ആ ഒരു ബന്ധം അവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. സെൽഫ് സഫിഷ്യൻ്റ് ആണ്, സ്വയം പര്യാപ്തതയോടുകൂടിയ ഒരു ബന്ധമാണ്. അവിടെ ആ ബന്ധത്തിൽ പിന്നെ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത്, അതായത് ഫിനാൻസ് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അവരുടെ കരിയർ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തു കൊടുത്തിരിക്കുന്നു എന്ന് നമുക്കിവിടെ കാണാം. രണ്ടാമത് 2 ഓഫ് കപ്സ് കാണുന്നു. അവരുടെ ബന്ധം എന്താണ്, ഏത് തരത്തിലുള്ള റിലേഷനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ സോൾമേറ്റാണ്, പാസ്റ്റ് ലൈഫ് ബന്ധമാണ്, ഇമോഷണൽ ഡിസിഷൻ ആൻഡ് യൂണിയനാണ്. അവർ എല്ലാ അർത്ഥത്തിലും അവരൊരുമിച്ച് ജീവിക്കുന്നു എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് ഇത്രയധികം ഒരു കമ്പാനിയൻ അല്ലെ ഒരു കമ്പാഷൻ വരാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, അയാളുടെ ലൈഫിൽ ഒരു പിന്നെ എന്താണ് ഒരു ചതി എന്ന് പറഞ്ഞാൽ ഒരു പിൻകുത്ത് കിട്ടിയിരിക്കുന്നു എന്നാണ്. അയാൾ പ്രതീക്ഷിച്ചില്ല. അയാൾ പ്രതീക്ഷിക്കാത്ത ഒന്ന് പിന്നെ അയാളുടെ പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്നു എന്നാണ്. നിങ്ങളെ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് 9 ഓഫ് വാൻസ് എന്ന് പറയുന്ന കാർഡുണ്ട്. അപ്പോൾ അവിടെ ഒരു wounded ലവ്, അതിൽ അയാൾ വളരെയധികം പരിതപിക്കുന്നു അല്ലെങ്കിൽ വളരെയധികം വേദനിക്കുന്നു എന്നാണ്. കാരണം ഈ ഒരു കാര്യത്തിൽ ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ഒരു ബന്ധം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ഡൗട്ട് എന്നാൽ നിങ്ങൾ പറയുകയും നിങ്ങളവിടെ സദാസമയം വഴക്ക് കൂടിയതായിട്ടും കാണുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്കത് സഹിക്കാൻ ആദ്യമൊക്കെ തമാശയായിട്ടെടുത്തു, പിന്നീട് അത് വളരെയധികം wounded ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു എന്ന് കാണിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പിൻകുത്ത്. പ്രതീക്ഷിച്ചില്ല, നിങ്ങളിൽ നിന്ന് ആ ആൾ ഇത് പ്രതീക്ഷിച്ചില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് സാധാരണ കിട്ടുന്നതെല്ലാം നിങ്ങളുടെ എനർജിയാണ് അവിടെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നത്. ഇവിടെ പോസിറ്റീവായിട്ട് അയാളുടെ എനർജിയാണ് കാണിക്കുന്നത്. കാരണം അയാളെന്ന് പറയുമ്പോൾ ഹി ഓർ ഷീ ഒക്കെ ആരായാലും, കാരണം ആ ആൾക്ക് പിന്നെ നിങ്ങളെ ഒരുപാട് ജീവനായിരുന്നു, സ്നേഹമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ലവ് കോസ്റ്റ് ആൻഡ് ഇമോഷണൽ നീഡ്സ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ
ഒരു ബന്ധത്തെക്കുറിച്ച് ഓർത്ത് ആ സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ പരിതപിക്കുന്നു എന്ന് കാണിക്കുന്നു. 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ക്രോസ് റോഡ്സ് ആൻഡ് എംപ്റ്റിനെസ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നു എന്ന് കാണിക്കുന്നു. എന്താണ് ക്രോസ് റോഡ്സ് ആൻഡ് എംപ്റ്റിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളിൽ നിന്ന് ആ ആൾ വിട്ടുപോയിരിക്കുന്നു, എല്ലാ സ്നേഹവും കപ്സ് എല്ലാം വിട്ട് പോയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. അതോടുകൂടി നിങ്ങൾ ഹോപ്പ്ലെസ് ആണ്, വളരെ നിരാശയാണ്. ജീവിതം എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുക, ഒരു ഏടാകൂടം പോലെയായി. പ്രതീക്ഷിച്ചില്ല നിങ്ങളും ഇങ്ങനെ ഇയാൾ വിട്ടുപോകും എന്ന്. വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നേ വിട്ടുപോയി എന്നല്ല, ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ തന്നെ കാണും. പക്ഷേ നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ, മനസ്സുകൾ തമ്മിൽ വളരെ അകലം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവിടെ കാണുന്നത്. ഓക്കെ, ദ ഹാങ് മാൻ കാണുന്നു. ഇവിടെ നിങ്ങൾ വളരെ അധികം അസ്വസ്ഥൻ ആണ്, അല്ലെങ്കിൽ അസ്വസ്ഥയാണ്. മനസ്സിലായില്ലേ ഞാൻ പറയുന്നത്? ഇവിടെ നിങ്ങൾ വളരെയധികം അസ്വസ്ഥനാണ്, അല്ലെങ്കിൽ അസ്വസ്ഥനാണ്. നിങ്ങളിപ്പോൾ ശാന്തമായിട്ട് ഇപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അന്ന് ഈ കാര്യം പറഞ്ഞിട്ട് തമ്മിലടി കൂടുന്ന സമയത്ത് നമ്മൾ വരച്ച വരയിൽ അല്ലെങ്കിൽ കൺട്രോളിൽ നിർത്താം നമുക്ക് എന്ന് നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വശം അങ്ങനെയായിരുന്നു അല്ലേ? പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാനങ്ങനെ പറഞ്ഞത് കാരണമാണ് എന്നെ ഇട്ടേച്ച് പോയത് എന്ന് നിങ്ങൾക്കിപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. നിങ്ങൾ ശാന്തമായിട്ട് ചിന്തിക്കുന്നു എന്ന് 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. കൺസേൺഡ് ആൻഡ് അൺകൺസേൺഡ് ലവ്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഉത്കണ്ഠയാണ്. ഇപ്പോൾ പോയി കഴിഞ്ഞിരിക്കുന്നു, എന്നിൽ നിന്ന് പോയി, നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പക്ഷേ എന്നാലും നിങ്ങൾക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയും നിങ്ങളിൽ ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ക്യൂൻ ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ഹോൾ ഹാർട്ടഡ് ആൻഡ് ഫിയർലെസ് ലവ് ആയിരുന്നു നിങ്ങൾ തമ്മിൽ ഭയങ്കര എന്താ പറയുക, ബോണ്ടായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത് വർണ്ണിക്കാൻ പ്രയാസമായിരുന്നു എന്ന് കാണിക്കുന്നു. അത്രയ്ക്ക് സ്നേഹത്തിലായിരുന്നു നിങ്ങൾ നിന്നിരുന്നത് എന്ന് കാണിക്കുന്നു. നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നു. നമുക്കിതിനൊരു മാറ്റം വരുമോ എന്ന് ചോദിച്ചാൽ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. മിസറബിൾ ചേഞ്ചസ് ആൻഡ് എൻഡിങ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഈ മിസറബിളായിട്ടുള്ള ചേഞ്ചസ്, അതായത് വളരെയധികം വേദനിപ്പിക്കുന്ന ഈ വിഷമങ്ങൾ, ഇതെല്ലാം മാറാൻ പോകുന്നു. അതിനൊരു ചേഞ്ച് വരാൻ പോകുന്നു. എൻഡിങ്സ് വരുന്നു. ഇത് എൻഡാകുകയും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നും ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഇനി ആ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് മനസ്സിലുള്ളത്? നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് മുഴുവനും അയാൾ വൂണ്ടഡായിരുന്നു, അതുകൊണ്ട് അയാൾ മറ്റൊരു ബന്ധത്തിലേക്ക് പോയി, അവിടെ അയാൾ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ കിട്ടിയിരിക്കുന്നത് നമുക്ക് അയാളുടെ ആ ഒരു വിഷമം, നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങളും വിഷമങ്ങളും ഇപ്പോൾ നല്ല രീതിയിലാണുള്ളത്. നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നു. അപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച്, ഇനി എന്താണ് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ഇനി ഈ റിലേഷൻ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ദ സൺ കാണിച്ചിട്ടുണ്ട്. ലോങ് ടൈം ആൻഡ് ഹാർമോണിയസ് ലവ്. ഇപ്പോഴും അയാൾക്ക് നിങ്ങളെ വിട്ടു പോകാൻ കഴിയില്ല. നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നു. നിങ്ങൾ ഫാമിലിയുമായിട്ട് ഒരുമിച്ച് ജീവിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു, പഴയ പോലെ. ആ സ്നേഹവും സന്തോഷവും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കൂ. കാരണം നിങ്ങളിലേക്ക് തിരിച്ചു വരും. കാരണം അതിന് യാതൊരു ഡൗട്ടും വേണ്ട. പക്ഷേ നിങ്ങൾ ഈ കടുംപിടുത്തം പിടിച്ച് ഈഗോയിസ്റ്റ് പേഴ്സണായിട്ട് നിൽക്കരുത്. ആ ഈഗോയിസൊക്കെ അങ്ങോട്ട് കളയുക. കാരണം നമ്മൾക്ക് ഫാമിലി കൊണ്ടുപോകണമെങ്കിൽ, ഒരു ജീവിതം കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് നമ്മൾ എന്താ പറയുക, വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും. മനസ്സിലായോ? വിട്ടുവീഴ്ചകൾ ചെയ്തേ പറ്റുള്ളൂ. നമ്മളുടെ ഒരു ഫാമിലി കൊണ്ടുപോകണമെങ്കിൽ. ജസ്റ്റ് ഒരു ബന്ധമാണ് എങ്കിൽ അത് അടിച്ചു പൊളിച്ചങ്ങനെ പോകാം. അതിപ്പോൾ നമുക്ക് ആരോടും എന്തില്ല, കമ്മിറ്റ്മെൻ്റ് ഇല്ല. പക്ഷേ ഇത് കമ്മിറ്റ്മെൻ്റ് ഉള്ള സ്റ്റേബിളായിട്ടുള്ള ബന്ധമാണ്. അവിടെ നമ്മുടെ രണ്ടുപേരുടെയും ഇമോഷൻസ്, ഫീലിങ്സ് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതുമാതിരിയുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നമ്മുടെ ലൈഫിലേക്ക് വരും. അതിന് യാതൊരു ഡൗട്ടും വേണ്ട. നിങ്ങൾക്ക് വീണ്ടും അയാൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആദ്യം ആ പണ്ടുണ്ടായ പിൻകൊത്ത് പോലുള്ള ആ വിഷയങ്ങളൊക്കെ ദൂരെ കളഞ്ഞിട്ട് നിങ്ങൾ ആ ആളോട് രമ്യത വെച്ച് പുലർത്തി കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആൾ തിരിച്ചു വരും എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അത് പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഫോളോവിങ് ഹാർട്ട് ആൻഡ് ഡിസയറിങ് ലവ്.
ഇപ്പോഴും നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആ പഴയ സ്നേഹം തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ മാറണം എന്ന് ആ വ്യക്തി വളരെ അധികം ആഗ്രഹിക്കുന്നു. നിങ്ങൾ മാറിയേ പറ്റൂ എന്നാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മളുടെ എല്ലാ കാർഡ്സും നമ്മൾ എല്ലാ ദിവസവും എടുക്കുന്ന കാർഡ്സിൽ ഞാൻ എപ്പോഴും വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ആ നെഗറ്റീവ് സൈഡും മറ്റു കാര്യങ്ങളുമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ആ വ്യക്തിക്ക് പിന്നെ ഉണ്ടായ സംഭവങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്, അല്ലെ എന്താണ് ഇതിൻ്റെയൊക്കെ വിഷയങ്ങൾ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. എന്തായാലും നല്ലൊരു റീഡിങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എത്ര പേർക്ക് റെസനേറ്റ് ആവും എന്നൊന്നും എനിക്കറിയത്തില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. കേട്ടല്ലോ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.